മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളായി ഭൂമിയുടെ വ്യാപ്തിയും സ്വഭാവവും തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. മുനമ്പത്ത് ഇപ്പോൾ താമസിക്കുന്നവരുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ വിജ്ഞാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മുനമ്പം ഭൂപ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചത്. അതായത് മുനമ്പത്തെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് തർക്കം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാണ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിച്ചത്. CN രാമേന്ദ്രൻ എന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ. ആ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ ഇന്നലെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ചീഫ് സെക്രട്ടറിയോട് പരിഗണനാ വിഷയങ്ങളിൽ ഒന്നുകൂടി വ്യക്തത വരുത്തായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ച് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. രണ്ട് വിഷയങ്ങളാണ്, പരിഗണനാ വിഷയങ്ങളാണ് ഇതിൽ സർക്കാർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ അന്നത്തെ വടക്കേക്കര വില്ലേജിലെ പഴയ സർവേ നമ്പർ 18(1) ഉൾപ്പെട്ട വസ്തുവിന്റെ നിലവിലെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവ തിരിച്ചറിയുക. അതായത് പണ്ടുകാലം മുതൽ അവിടെ താമസിച്ചിരുന്ന ആളുകളുണ്ട്, അവരുടെ ഭൂമി സംരക്ഷിത തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. പ്രസ്തുത ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ, അതായത് എങ്ങനെ ഈ താമസക്കാരുടെ നിലവിലെ വലിയ ആശങ്കയുള്ള ആളുകളുണ്ട്, അവരുടെ ഭൂമി കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ആശങ്കയുള്ള ആളുകളുണ്ട്, അവരുടെ താല്പര്യം എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. അത് സർക്കാരിനെ അവരെ താല്പര്യം സംരക്ഷിക്കാൻ ചെയ്യേണ്ട നടപടികൾ എന്തൊക്കെ എന്ന കാര്യത്തിൽ സർക്കാരിന് ശുപാർശ സമർപ്പിക്കണം. ഇതാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ. ഇന്നു മുതൽ, അതായത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുന്ന തീയതി മുതൽ, അതായത് ഇന്നു മുതൽ 3 മാസത്തിനകം, അതായത് ഫെബ്രുവരി 28-നകം കമ്മീഷൻ റിപ്പോർട്ട് നൽകണമെന്നാണ് ഈ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നത്. 3 മാസമാണ് കമ്മീഷന്റെ സമയപരിധി. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നൽകിയിട്ടുള്ള കാലയളവ്. നേരത്തെ മുഖ്യമന്ത്രിയാണ് ഉന്നതതല യോഗം വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ യോഗം വിളിച്ച് എങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന കാര്യത്തിൽ ആലോചനകൾ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. പ്രതിപക്ഷം ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനത്തോട് വിയോജിക്കുന്നുണ്ട്. സഭാ നേതൃത്വം അടക്കമുള്ളവരും ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനം വൈകിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ഉപായമായി കാണുന്നുണ്ട്. ഏതായാലും ഒരു സമയപരിധി സർക്കാർ ഇതിന്മേൽ വയ്ക്കുന്നുണ്ട്. 3 മാസം എന്ന ഒരു സമയപരിധിയാണ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നവംബർ 22-ാം തീയതിയാണ് ഉന്നതതല. തീർച്ചയായും അരുണിലേക്ക് എത്താം. കാരണം ഈ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നേരത്തെ ന്യൂസ് 18നോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. 3 മാസം കൊണ്ട് പ്രവർത്തനം തീർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു. വിപുലമായ പ്രശ്നങ്ങളാണ് മുനമ്പത്തേത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ വേഗത്തിൽ ഈ പ്രശ്നത്തിനൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയും. സമാന അവകാശമുള്ളവരുടെ രേഖകൾ ഒരുമിച്ച് പരിശോധിക്കാൻ കഴിയുമെന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഗവൺമെന്റ് അത്ര വലിയ തിരക്ക് കാണിക്കുന്നതുകൊണ്ടാണ് 3 മാസം. സാധാരണ ഒരു കമ്മീഷൻ 6 മാസം സമയം തരാറുണ്ട്. 3 മാസം ഞാൻ ഗവൺമെന്റിന്റെ ഉത്കണ്ഠ എത്രമാത്രമുണ്ട്, എത്ര നേരത്തെ ഗവൺമെന്റിന് തീർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സഹകരണം ഉണ്ടായാൽ, രേഖകൾ സമയത്ത് ഹാജരാക്കിയാൽ കമ്മീഷന്റെ പ്രവർത്തനം സമയത്ത് തന്നെ തീർക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 3 മാസം വളരെ പരിമിതമാണ്. വളരെ വിപുലമായ ഇഷ്യൂസാണ് ഉള്ളത്. അവിടെ സങ്കീർണമായ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു 3 മാസത്തിൽ കമ്മീഷന് കൺക്ലൂഷൻ എത്താൻ ഒക്കുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂട്ടി ചോദിക്കും. കമ്മീഷന് വളരെ മാനുഷികമായ പരിഗണനയായിരിക്കും ഇതിനകത്ത് കൊടുക്കുന്നത്, യാതൊരു സംശയവുമില്ല. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചോളം നിയമാനുസൃതമായിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഒരു മനുഷ്യാവകാശ പരിഗണന മുൻനിർത്തി മാനുഷിക പ്രശ്നം ആയിട്ട് തന്നെ പരിഗണിച്ച് ഗവൺമെന്റിന് ശുപാർശ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വി അരുണിലേക്ക് വീണ്ടും. അരുൺ, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. 3 മാസം കൊണ്ട് ഈ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കുക, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്തരം എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ വിജ്ഞാപനത്തിൽ ഇത് 3 മാസം കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം, അതല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണമെന്നാണല്ലോ ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്. അതിനപ്പുറം നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ അതിനപ്പുറം ഈ പല കടമകളുണ്ട്. ഇതിന്റെ നിയമവശം പരിശോധിക്കണം, മാനുഷിക വശങ്ങൾ പരിശോധിക്കണം, ഈ ഇരകളായിട്ടുള്ള ആളുകളെ അവരെ കേൾക്കണം, വിവിധ സഭാ നേതൃത്വങ്ങളെ, അതോടൊപ്പം വഖഫ് ബോർഡിന്റെ വിഷയങ്ങൾ, നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം. 3 മാസം കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു നിർദ്ദേശം കണ്ടെത്താൻ, പ്രശ്നത്തിന് പരിഹാരമായി നിർദ്ദേശം കണ്ടെത്താൻ ഈ കമ്മീഷന് കഴിയുമോ?
ടോം, തീർത്തും സങ്കീർണമായ വിഷയം തന്നെയാണ് മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. സർക്കാർ തലത്തിൽ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് കൃത്യമായ തീരുമാനം ഉണ്ടായിട്ടില്ല, കൃത്യമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനിലേക്ക് പോകുന്നത്. ആ കമ്മീഷനും വളരെ സങ്കീർണമായ നടപടിക്രമങ്ങൾ തന്നെ, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സങ്കീർണമായ നടപടിക്രമങ്ങൾ വഴികൾ തന്നെയാണ് കമ്മീഷന് മുന്നിലുള്ളത്. അത്ര എളുപ്പമല്ല ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത്. വഖഫ് ബോർഡ് നൽകിയ കത്തുണ്ട്, കോടതി നിർദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മുനമ്പം പ്രദേശത്ത് വർഷങ്ങളായി ഭൂമി കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നവരുടെ കരം വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ റവന്യൂ വകുപ്പിന് പോലും കൃത്യമായ കരം സ്വീകരിക്കാൻ കഴിയാത്ത വിഷയമുണ്ട്. അവർക്ക് തന്നെ കൃത്യമായി ഇത് ആരുടെ ഭൂമിയാണ് എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ 52-ലെ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം അന്വേഷണ കമ്മീഷൻ സർക്കാർ നിയോഗിച്ചത്. കമ്മീഷന് മുന്നിലും കടമ്പകൾ പലതാണ്, കമ്മീഷന് മുന്നിലും വഴികൾ അത്ര എളുപ്പമാകില്ല. തർക്കങ്ങളുണ്ടാകാം. ഇതുപോലെ കോടതിക്ക് പോലും തീർപ്പാക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. തർക്കങ്ങളുണ്ടാകാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം. അതൊക്കെ പരിഗണിച്ചു വേണം കമ്മീഷൻ ഇക്കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കേണ്ടത്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ 3 മാസം ചെറിയ കാലയളവാണ്, കാലപരിധിയാണ്. പക്ഷേ മുനമ്പം വിഷയം സംസ്ഥാനത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. സാമുദായികമായി ആളുകളെ ഭിന്നിപ്പിക്കുമെന്ന ആശങ്കയുണ്ട്. അത് മുതലെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അതൊക്കെ പരിഗണിച്ചാണ് സർക്കാർ എത്രയും വേഗം പരിഹാരം. ദീപികയുടെ മുഖപ്രസംഗത്തിൽ പോലും അത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. എത്രയും വേഗം പരിഹാരം വേണം. ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാവുന്ന, ലളിതമായി കാണാവുന്ന ഒരു വിഷയമല്ല മുനമ്പത്തെ ഭൂമി പ്രശ്നം, വഖഫ് ഭൂമി പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് വളരെ ആർക്കും വിഷമമുണ്ടാകാത്ത തരത്തിൽ, ആർക്കും തോൽവി ഉണ്ടായെന്ന് തോന്നാത്ത തരത്തിൽ, എല്ലാവർക്കും തുല്യ നീതി കിട്ടിയെന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ പരിഹാരമാണ് കമ്മീഷന് മുമ്പാകെയുള്ള വലിയ ദൗത്യം. അത് ചെറിയ ഒരു കടമ്പയല്ല, കടക്കാനുള്ളത് വലിയ ദുർഘടമായ പാത തന്നെയാണ്. പ്രശ്നം ഈ കമ്മീഷന് മുന്നിൽ വലിയ കടമ്പകളുണ്ട്. പക്ഷേ 3 മാസം കൊണ്ട് ഈ പ്രശ്നത്തിനൊരു നിർദ്ദേശം കണ്ടെത്തണം എന്നാണ് കമ്മീഷന് മുന്നിൽ സർക്കാർ വെച്ചിരിക്കുന്ന നിർദ്ദേശം.